നമസ്കാരം. അപൂർവങ്ങളായ നിരവധി ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന നാടാണ് കൊല്ലം. ആഗ്രഹ സാഫല്യത്തിനായി അരയാലിൽ മണികെട്ടി പ്രാർത്ഥിക്കുന്ന കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം മുതൽ കൗരവരിലെ ദുശാസനെ പൂജിക്കുന്ന എണ്ണശ്ശേരി മലനട ക്ഷേത്രവും ശകുനിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പവിത്രേശ്വര മലനട ക്ഷേത്രവും അച്ചൻകോവിൽ ശാസ്താ ക്ഷേത്രവും ആശ്രമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കൂടാതെ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രവും ഒക്കെയായി വിശ്വാസികൾക്ക് പരിചിതമായ ഒട്ടേറെ ക്ഷേത്രങ്ങൾ കൊല്ലത്തുണ്ട്. എന്നാൽ ഇതല്ലാതെ അറിയപ്പെടാതെ കിടക്കുന്ന നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ കൂടിച്ചേരുന്ന നാടാണിത്. പലപ്പോഴും അറിയപ്പെടാതെ കിടക്കുന്നത് കൊണ്ട് മാത്രം വിശ്വാസികൾ എത്തിച്ചേരാതെ കിടക്കുന്ന ഈ ക്ഷേത്രം ശക്തിയിലും വിശ്വാസത്തിലും ഏറെ മുന്നിലാണ്. ഒറ്റ ദർശനത്തിൽ തന്നെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ശക്തിയുള്ള കൊല്ലം ജില്ലയിലെ അറിയപ്പെടാതെ കിടക്കുന്ന ക്ഷേത്രങ്ങളെ പരിചയപ്പെടാം. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന കൊല്ലം അനന്തവില്ലേശ്വരം ക്ഷേത്രം. 108 ശിവക്ഷേത്രങ്ങളിൽ പറയുന്ന കൊല്ലത്തെ 3 ശിവക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഈ ക്ഷേത്രം അഷ്ടമുടി കായലിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. പാർവതി ദേവിയെ ആനന്ദവല്ലിയായാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഉഗ്രകോപത്തിൽ നേരത്തെ പ്രതിഷ്ഠിച്ചിരുന്ന മഹാദേവന്റെ രൗദ്രം കുറയ്ക്കുവാനാണ് ഇവിടെ ആനന്ദവല്ലീശ്വരിയെ പ്രതിഷ്ഠിച്ചതെന്നാണ് വിശ്വാസം. ഒറ്റ ശ്രീകോവിലിൽ ലക്ഷ്മി ഭൂമി സമേതനായ മഹാവിഷ്ണുവും അവതാരവുമായ ശ്രീകൃഷ്ണനും കുടികൊള്ളുന്ന ഇവിടെ ശിവനും വിഷ്ണുവും പത്നി സമേതമായി കുടികൊള്ളുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം കൂടിയാണ്. ജാതിഭേദമെന്നില്ലാതെ വിശ്വാസികൾ എത്തിച്ചേരുന്ന ക്ഷേത്രമാണ് കടയ്ക്കൽ ദേവി ക്ഷേത്രം. പ്രതിഷ്ഠയില്ലാത്ത ഈ ക്ഷേത്രത്തിൽ പരാശക്തിയുടെ അവതാരമായ ഭദ്രകാളിയാണ് കടയ്ക്കലമ്മ എന്ന പേരിൽ ആരാധിക്കുന്നത്. ഇവിടത്തെ കടയ്ക്കൽ തിരുവാതിര ഏറെ പ്രസിദ്ധമാണ്. സാധാരണ ക്ഷേത്രങ്ങളിലേതുപോലെ ബ്രാഹ്മണരല്ല ഇവിടെ ക്ഷേത്രപൂജകൾ നടത്തുന്നത്. ആനന്ദവല്ലീശ്വരം ക്ഷേത്രം കഴിഞ്ഞുള്ള അടുത്ത ശിവക്ഷേത്രമാണ് കൊല്ലം രാമേശ്വരം മഹാദേവ ക്ഷേത്രം. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം എഴുത്തുലിപിക്കും ശിലാലിഖിതത്തിനും പേരുകേട്ട ക്ഷേത്രമാണ്. എന്നാൽ ഇവിടുത്തെ പല ശിലാലിഖിതങ്ങളും വായിക്കുവാൻ കഴിയാത്ത നിലയാണുള്ളത്. 1000-ലധികം വർഷം പഴക്കമുള്ള ചങ്ങൻകുളങ്ങര ശ്രീ മഹാദേവ ക്ഷേത്രം ഓച്ചിറയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന പുരാതന ക്ഷേത്രമാണ്. തീർത്തും ഗ്രാമീണ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ദാരുശില്പങ്ങൾക്കും ഏറെ പ്രസിദ്ധമാണ്. മറ്റൊരിടത്തും കേട്ടുകേൾവിയില്ലാത്ത ഒറ്റക്കൊമ്പന്റെ പ്രതിഷ്ഠ ഇവിടെയുണ്ട്. പണ്ടു ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഒരു ആനയെ ഇവിടുത്തെ ഉപദേവനാക്കിയാണ് ഇതിന് പിന്നിലെ കഥ. ഇവിടെ എത്തി 21 ദിവസം രാവിലെ നിർമ്മാല്യം ദർശിച്ചു കഴിഞ്ഞാൽ ആഗ്രഹങ്ങൾ സാഫല്യമാകുമെന്നാണ് വിശ്വാസം. മഹിഷാസുരമർദ്ദിനി ഭാവത്തിലെ ദുർഗയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രസിദ്ധമായ ദുർഗാക്ഷേത്രമാണ് തലവൂർ തൃക്കൊന്നമാർക്കോട് ശ്രീ ദുർഗാദേവി ക്ഷേത്രം. പത്തനാപുരം തലവൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നിടത്ത് ദാരികാനിഗ്രഹം എന്ന തിരുക്കൊലയ്ക്ക് ശബ്ദം കേട്ട ഇടമാണത്രേ. ഇങ്ങനെയാണ് ഇവിടുത്തെ ക്ഷേത്രത്തിന് തൃക്കൊന്നാർക്കോട് ശ്രീ ദുർഗാദേവി ക്ഷേത്രം എന്ന പേര് വന്നത്. കുംഭമാസത്തിലെ പൂരം നാളിൽ നടക്കുന്ന തലവൂർ രൂപം പൂരപ്രേമികൾക്കിടയിൽ പ്രസിദ്ധമാണ്. കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ പ്രതിപാദിക്കുന്ന പാനാർകുളമാണ് പടനാർകുളങ്ങര മഹാദേവ ക്ഷേത്രമായതെന്നാണ് വിശ്വാസം. ഒരിക്കൽ ശിവനും കൃഷ്ണനും കൂടി ഒരു യാത്രക്കിടെ ഈ വഴി കടന്നു പോവുകയുണ്ടായി. നടന്നു തളർന്ന അവർ വിശ്രമത്തിനായി കരുനാഗപ്പള്ളി തിരഞ്ഞെടുത്തു. അങ്ങനെ ഇരുന്നപ്പോൾ ഇവിടെ കുടിയിരിക്കാമെന്ന് ശിവന് തോന്നുകയും അദ്ദേഹം കൃഷ്ണന് പറ്റി ഒരു സ്ഥലം അന്വേഷിക്കുവാനായി പറഞ്ഞയക്കുകയും ചെയ്തു അത്രേ. അങ്ങനെ പോയ കൃഷ്ണൻ മികച്ച ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടെ സ്വയം പ്രതിഷ്ഠ നടത്തിയിരുന്നു. നേരമേറെ കഴിഞ്ഞിട്ടും തിരികെ വരാതിരുന്ന കൃഷ്ണനെ തിരക്കി പോയപ്പോഴാണ് ശിവൻ കൃഷ്ണൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കണ്ടത്. അപ്പോൾ തന്നെ ശിവൻ കൃഷ്ണന്റെ തൊട്ടടുത്ത് സ്വയം പ്രതിഷ്ഠ നടത്തിയെന്നാണ് വിശ്വാസം. അങ്ങനെയാണ് ഇവിടെ ഓരോ നാലമ്പലങ്ങളിലും ശിവപ്രതിഷ്ഠയും കൃഷ്ണപ്രതിഷ്ഠയും വന്നതാണെന്ന് വിശ്വാസം.